നിങ്ങളല്ലേ ഇത്? അതെ, ഞാൻ വേറൊരുത്തനെ കൂടി ഉണ്ട്. ആളെ വിളിക്ക്. അറിയാവോ? നന്നായിട്ട് അറിയാല്ലേ? ഇതാരാ? നിങ്ങളാണല്ലേ? നല്ല രീതിയിൽ പണി തന്നല്ലോ. അതെ. അപ്പൊ നമ്മുടെ കൊല്ലം സുധീന്റെ ഭാര്യ രേണു സുധീനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ? ഇല്ലെന്നറിയാം. കാരണം ഇന്ന് കൊല്ലം സുധിയേക്കാൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ പുള്ളിക്കാരി. രേണുവിനെ അറിയാത്ത മലയാളികളില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും തുറന്നാൽ ആദ്യം വരുന്നത് രേണു അഭിനയിച്ച ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് ആയിരിക്കും. ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഒക്കെ ഇങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുകയാണ് പുള്ളിക്കാരി. മറ്റൊരു ഭാഗത്ത് ഫോട്ടോഷൂട്ടുകളും മുറ പോലെ നടക്കുന്നുണ്ട്. രേണുവിന്റെ വെഡിങ് ഫോട്ടോഷൂട്ടുകളൊക്കെ വൻ വിവാദമായി മാറിയിരുന്നു. ഫോട്ടോഷൂട്ട് മാത്രമല്ല, ഒരു സമയത്ത് രേണു എന്ത് ചെയ്താലും വിവാദമായി മാറുന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അറിയാലോ, ദാസേട്ടനൊപ്പം ചാന്ത് കുടഞ്ഞൊരു സൂര്യമാനത്ത് എന്ന പാട്ടിൽ അഭിനയിച്ചതോടെയാണ് എല്ലാത്തിനും തുടക്കം. ദാസേട്ടനൊപ്പമുള്ള ചില ഇന്റിമേറ്റ് സീനുകളൊക്കെ വിവാദമായി മാറി. പിന്നീട് കുറച്ച് എക്സ്പോസർ ആയിട്ടുള്ള വസ്ത്രധാരണങ്ങളും മറ്റുമായി ചില റീലുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ രേണു ഇടയ്ക്കിടെ ഏറി കയറാൻ തുടങ്ങി. രേണുവിന്റെ അഭിനയവും വിമർശനങ്ങൾക്ക് വിധേയമായി. അത്ര വലിയ അഭിനേത്രിയൊന്നുമല്ല രേണു. ഇപ്പോഴും ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നെന്ന് മാത്രം. രേണു തനിക്കെതിരെയുള്ള വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ തളർത്തില്ല എന്നുള്ള നിലപാടിലാണ് പുള്ളിക്കാരി. ആളുകൾ പറയുന്ന പറയട്ടെ, അതൊന്നും തന്നെ ബാധിക്കില്ല എന്നും താൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് രേണു എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ വിവാദമായി നിറഞ്ഞു നിൽക്കുന്നതിനിടക്കാണ് രേണുവിനെ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ നിന്ന് ശാരീരിക ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ഇന്റർവ്യൂവിന് ശേഷം എല്ലാം മാറി മറിഞ്ഞു. അത്രയും കാലം ഫുൾ നെഗറ്റീവായി പോയിക്കൊണ്ടിരുന്ന രേണുവിന്റെ ഇമേജ് ഒറ്റ ദിവസം കൊണ്ട് പോസിറ്റീവായിട്ട് മാറി. രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ രംഗത്ത് വന്നു. എന്നാലും രേണുവിനെ കളിയാക്കിക്കൊണ്ടുള്ള ഇഷ്ടംപോലെ ട്രോളുകളും വീഡിയോകളും യഥേഷ്ടം ഇറങ്ങുമായിരുന്നു. അങ്ങനെ തനിക്കെതിരെ വീഡിയോ ചെയ്ത രണ്ടാളുകളുടെ വീട്ടിൽ കയറി ചെന്ന് അവരെ ചോദ്യം ചെയ്യുന്ന രേണുവിന്റെ വീഡിയോ ഈ അടുത്ത് വൈറലായിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് പ്ലേ ചെയ്യാം. നിങ്ങളല്ലേ ഇത്? അതെ, ഞാൻ വേറൊരുത്തനെ കൂടി ഉണ്ട്. ആളെ വിളിക്ക്. അറിയാവോ? നന്നായിട്ട് അറിയാല്ലേ? ഇതാരാ? നിങ്ങളാണല്ലേ? നല്ല രീതിയിൽ പണി തന്നല്ലോ. അതെ. കോമഡി ഒക്കെ ആയിരിക്കും. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. രണസുനയും മറ്റേ സുനയും മറ്റേ സുനയും. കൊള്ളാല പരിപാടി. അഭിനയാണെന്ന് പറയുകയില്ല അല്ലെ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. തനിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, താൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്ന് പറയുന്ന അതേ ആള് തന്നെ ഇതുപോലെ താൻ വിമർശിച്ചവരുടെ വീട്ടിൽ കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. എനിക്കറിയില്ല. കമന്റ് ബോക്സ് മുഴുവനും പൊളിച്ച് കലക്കി തിമിർത്തു രേണു തീയാണ്, ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കാൻ തുടങ്ങി രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കമന്റുകളുണ്ട്. എല്ലാവരും ഇത് റിയൽ ആണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അല്ലെ, ഇത് റിയൽ ആണെങ്കിലും ഓക്കെ, രേണുവിന് ഇങ്ങനെ മറുപടി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എത്ര ആളുകളുടെ വീട്ടിൽ രേണുവിന് ഇങ്ങനെ കയറി ഇറങ്ങാൻ കഴിയും? ഇഷ്ടംപോലെ ട്രോളുകൾ ഉണ്ടല്ലോ. അവരുടെയൊക്കെ വീട്ടിൽ കയറി ചെന്ന് ഇതുപോലെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇത് പക്കാ സ്ക്രിപ്റ്റഡ് ആണെന്നാണ് ആ ഒരു വീഡിയോയുടെ സെറ്റപ്പ് കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. റീച്ച് കിട്ടുന്ന മറ്റൊരു പരിപാടി, അത്രയേ ഉള്ളൂ. പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകം. അല്ല, ഇത് റിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താൻ കേട്ടു, ഒരു കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലി ഈ വീഡിയോ റിയൽ അല്ല എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അതിനിടയിൽ നമ്മുടെ ദയാച്ചു എന്ന് പറഞ്ഞൊരു പെണ്ണ് പണ്ട് ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ ഈ അടുത്ത് രേണുവിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രേണു തന്റെ കൂടെ അഭിനയിച്ച ഒരു യുവാവിന് ഭക്ഷണം വാരി കൊടുക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രേണുവിനെ വിമർശിച്ചുകൊണ്ടാണ് ദയ സംസാരിക്കുന്നത്. നമുക്ക് തരാമെന്ന് കണ്ടോക്കാം. ഇപ്പഴാ പാട്ടിനൊരു അർത്ഥം ഉണ്ടായത്. രാരി കുഞ്ഞുവാവുകൾ രണ്ടെണ്ണം കണ്ടില്ലേ? അപ്പൊ വേറൊരു വീഡിയോ വിറ്റങ്ങളുടെ ഞാൻ കണ്ടു. ഇതേ സംഭവം. ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഈ വേട്ടാവളിയൻ, അതേ ഞാൻ പറയത്തുള്ളൂ, വേട്ടാവളിയൻ അല്ല. ഞാൻ ചോദിച്ചോട്ടെ, കഴിവ് തെളിയിക്കുന്നത് ഇവിടെ എന്താ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ ചോന്റെ പോലെ ഉണ്ടല്ലോ. ആകട്ടെ, ഈ വേട്ടാവളിയൻ സ്വന്തം ഭാര്യനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ആ പെങ്കൊച്ചിനോട് ചോദിക്കണ്, നിന്റെ ഭർത്താവിന് ഞാൻ വാരി കൊടുക്കുവാന്ന് പറയും. അപ്പോഴേക്കും വാരി കൊടുത്തോട്ടെ, പെർമിഷൻ, വിത്ത് പെർമിഷൻ ഭാര്യയുടെ. അപ്പൊ നമുക്കൊന്നും തോന്നില്ലല്ലോ. ആ പാവം കൊച്ചിന് ഗതികേടും കൊണ്ട് കുഴപ്പമില്ല വാരി കൊടുത്തു, അങ്ങനെയല്ലേ പറയുള്ളൂ. എന്തിനാടി കോപ്പയെ വാരി കൊടുക്കണ് എന്ന് ചോദിക്കും ആരെങ്കിലും? ചോദിക്കത്തില്ല. അതിന്റെ ഗതികേട് അത്രയും ഞാൻ പറയും. ഗതികേടിനെ അങ്ങ് മുതലെടുത്തു. ഇവന് ഞാൻ ഇവൾക്ക് വാരി കൊടുക്കട്ടെ, അടുത്ത ഡയലോഗ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു ഗതികേട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു ഗതികേട്. ഒന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞാ പറയും, അയ്യോ മക്കളെ വളർത്തണം, ഞാൻ എന്ത് ചെയ്യും എന്ന്. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്തോട്ടെ. ഏത് സിനിമക്കാരാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓരോരോ ആൾക്കാർക്ക്, സിനിമാ നടികൾക്ക് വാരി കൊടുക്കണം? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിനിമയിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്, ആൽബത്തിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. അവരൊക്കെ ഈ പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
വല്ലാത്ത ജാതി. ഈ കോമിക്കൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഫോൺ എടുത്ത് വലിച്ചെറിയാനാ തോന്നുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രേണു ഒരു പക്ഷേ ഒരു സഹോദരൻ എന്ന നിലയിലായിരിക്കാം അയാൾക്ക് വാരി കൊടുത്തത്. അവന്റെ ഭാര്യ അറിഞ്ഞുകൊണ്ടാണ് തന്നെയാണ് വാരി കൊടുത്തത് എന്നും പറയുന്നുണ്ട്. പക്ഷെ കുടുംബം കലങ്ങാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഒരാൾ മറ്റൊരാൾക്ക് വാരി കൊടുത്തെന്ന് വിചാരിച്ചു ഭൂമിക്കുലുക്കൊന്നും ഉണ്ടാവാൻ പോണില്ല. പക്ഷേ ഈ വാരി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു റൊമാന്റിക് സംഭവമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അവനും അവന്റെ ഭാര്യയ്ക്കും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കുഴപ്പം? പിന്നെ രേണു എവിടെയും പോയി ഒളിച്ചിരുന്ന് വാരി കൊടുക്കുന്നൊന്നും അല്ലല്ലോ, പബ്ലിക്കായി ചെയ്തതല്ലേ. എന്തായാലും ദയ രേണുവിനെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു. പക്ഷേ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സ് മുഴുവനും ദയക്കെതിരായിരുന്നു എന്നുള്ളതായിരുന്നു കോമഡി. ദയ പണ്ട് ബിഗ് ബോസിൽ കാണിച്ച് കൂട്ടിയ കാര്യങ്ങൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകൾ ദയ പൊങ്കാലിടുന്നുണ്ട്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. നീ അരുൺ എന്ന നാറിക്ക് വാരി കൊടുത്തത് മറന്നോ? അവന് കല്യാണം കഴിച്ചു ഭാര്യയും മകനും ഉണ്ടായിട്ടാണ് അവനെ എടുത്തത്. പിന്നെ ഉണ്ണി അതിനു മുമ്പ് എത്ര പേരുണ്ട് എന്ന് കണക്ക് പറയാൻ പറ്റുമോ? നിന്നെപ്പോലുള്ള ഒരുവൾ ഇവിടെ പറയാൻ എന്ത് യോഗ്യതയാണ് ഒന്ന് പറഞ്ഞു തരാമോ? എങ്കിൽ അരുൺ സിത്താര എന്ന നാറിയുടെ നിന്റെ ഫോട്ടോയും ഇപ്പോൾ ഇട്ട് തരാം. അയ്യോ, രണ്ട് കാലിൽ മന്തുള്ളവർ ഒരു കാലിൽ മന്തുള്ളവരെ മന്ദ എന്ന് വിളിക്കുന്നത് പോലെ ഉണ്ട്. അതുകൊണ്ട് നീ പറയാൻ നിൽക്കല്ലേ. ദയക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ ഉണ്ണിയുടെ ഭാര്യയെ കരയിപ്പിച്ചതുപോലെ എന്തായാലും രേണു ചെയ്യാൻ പോകുന്നില്ല. നീ കുറെ വാരി കൊടുത്തതല്ലേ കുറെ ആണുങ്ങൾക്ക്. വേശ്യസ്ത്രീ കന്യസ്ത്രീ ഉപദേശിച്ചാൽ എങ്ങനെ ഉണ്ടാകും? നിനക്ക് എന്താ കുഴപ്പം? നിന്നെ പോലെ എന്തായാലും അല്ല രേണു. നീ എത്ര എണ്ണത്തിന് വാരി കൊടുത്തു? ഇപ്പം നിനക്ക് വലിയ ജോലിയും നോക്കി അവിടെ ഇരുന്നാൽ പോലെ ഒരു ശീലാവധി പോടിപ്പൂല. നിനക്ക് എന്ത് യോഗ്യതയാണ് പറയാൻ? ഇങ്ങനെ പോകുന്ന കമന്റുകൾ. രേണുവിനെ പറയാൻ നിനക്കൊരു യോഗ്യതയുമില്ല, നീ ഭൂലോക ഉടായിപ്പാണ് എന്നൊക്കെയാണ് എല്ലാ കമന്റുകളുടെയും ഒരു ആകെ തുക. എന്തായാലും ഇതോടെ രേണുവിന് വീണ്ടും സപ്പോർട്ട് കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പണ്ട് എന്ത് ചെയ്താലും വിവാദമായി മാറിയിരുന്ന ആളാണ്. ഇപ്പൊ എന്ത് ചെയ്താലും ആളുകൾ ഒടുക്കത്തെ സപ്പോർട്ടാണല്ലേ. എന്തായാലും എത്ര പെട്ടെന്നാണ് എല്ലാം മാറിയത്. എന്തായാലും ദയക്കെതിരെ മറുപടി പറഞ്ഞുകൊണ്ട് രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതും കൂടി കണ്ടു നിർത്താം. വന്നത് ഈ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, പറഞ്ഞ പേര് പറയാൻ നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അവർ 24 മണിക്കൂറും എന്റെ വീഡിയോസിനാണ് അവർ എന്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടി പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ്. എന്റെ അനിയൻ പ്രതീഷ്, എന്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി കൊടുത്തതിന് പ്രതീഷിന്റെ വൈഫിനില്ല കുഴപ്പം. ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതുങ്ങിയൊന്നും അല്ല അവന് വാരി കൊടുത്ത് അവന് എനിക്ക് ഫുഡ് വാരി തന്നതും. മനസ്സിലായോ? ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത്, അല്ലാതെ നിങ്ങൾ ആരും കാണിക്കുന്നില്ല പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത്. മനസ്സിലായോ? എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ലെന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല. പിടികിട്ടിയോ? ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത്? ചേച്ചി കുറെ ദിവസമല്ലോ തുടങ്ങിയിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ വാരി കൊടുക്കുവാണോടി. അവൻ മുതല പോലെ വാ തുറക്കുന്നു. അവനെ ഒന്നും പറയണ്ട കേട്ടോ. എന്നെ നിങ്ങൾ പറഞ്ഞു, എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശം. എന്നെ നിങ്ങൾ പറഞ്ഞു, എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ. അപ്പോൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടും. നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുതി ഇടപെടാൻ വന്നിട്ടുമില്ല, വരത്തുമില്ല. എന്നെ വെറുതെ വിട്ടേക്ക് കേട്ടോ. പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ, ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുമോ, അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ എന്നെ ഇടപെടണ്ട കേട്ടല്ലോ. ഞാൻ എന്റെ സ്വന്തം അനിയനാണ് അവൻ, അവന്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ. അതുപോലെ തന്നെ അമ്മൂസ് അവന്റെ വൈഫ് എന്റെ സ്വന്തം അനിയത്തിയാണ്, അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കേട്ടല്ലോ. പിന്നെ സുധിച്ചേട്ടന് വാരി കൊടുത്തില്ല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സുധിച്ചേട്ടന് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ സുധിച്ചേട്ടന് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? കുറെ നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഇതാകത്തില്ല ആയെന്നോർക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് വന്നത് കേട്ടോ. ശരി, ബൈ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തന്നെ കുറിച്ച് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രതീഷിനെയും അവന്റെ വൈഫിനെയും ഇതിലേക്ക് വലിച്ചേക്കരുത് എന്നാണ് രേണു പറയുന്നത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, ആരും അതിൽ ഇടപെടാൻ വരണ്ട എന്നും രേണു പറയുന്നുണ്ട്. എന്തായാലും ഇത് രേണുവിന്റെ കാലമാണ്. എവിടെ നോക്കിയാലും രേണു ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. വല്ലാത്തൊരു യാത്ര തന്നെയാണ് രേണുവിന്റെ ജീവിതം. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് എല്ലാവരും രേണുവിനെ സ്നേഹിച്ചു കൊല്ലുകയായിരുന്നു എന്ന് തന്നെ പറയാം. അന്ന് ചെയ്ത പല ഇന്റർവ്യൂകളിലൂടെയുമാണ് രേണുവിനെ ആളുകൾ അടുത്തറിയാൻ തുടങ്ങിയത്. പിന്നീട് ഫോട്ടോ ഷൂട്ടുകളും റീലുകളും ആൽബങ്ങളും ഒക്കെയായി രേണു വിവാദത്തിന്റെ വഴികളിലൂടെ കുറെ നാൾ നടന്നു. പണ്ട് സപ്പോർട്ട് ചെയ്തവർ വരെ എതിർക്കാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും തന്നെ ബാധിക്കില്ല, താൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നായിരുന്നു രേണുവിന്റെ നിലപാട്. ആ നിലപാട് വിജയം കാണുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. രേണുവിനെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായി എന്നുള്ളതാണ്. രേണു വലിയ കലാകാരൊന്നുമല്ല, അത്യാവശ്യം ട്രോളാനുള്ള വകുപ്പൊക്കെ പുള്ളിക്കാരി തന്നെ തരുന്നുമുണ്ട്. പക്ഷെ ഇതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഇക്കാലത്ത് എങ്ങനെ ലൈംലൈറ്റിൽ പിടിച്ചു നിൽക്കണമെന്ന് രേണുവിന് നന്നായി അറിയാം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, പണം ഉണ്ടാക്കുക, ജീവിക്കുക, അതാണ് രേണുവിന്റെ ലൈൻ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.